ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ? 60 രൂപയ്ക്ക് മേടിച്ച മെലസ്റ്റമ്മ. നിറയെ പൂക്കൾ കേട്ടോ. ഞങ്ങൾ ഇവിടെ വീടിനടുത്തുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് മേടിച്ചാണേ. നല്ല ഭംഗി കാണാൻ. മേടിച്ചപ്പോൾ നിറയെ മൊട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ച. ഒരു കേടും തോന്നിയില്ല, ഇലകൾക്കൊന്നും ഒരു കേടും തോന്നിയില്ല, അതുകൊണ്ട് മേടിച്ചാണേ. കണ്ടോ? മേടിച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് നട്ടത് കേട്ടോ. അതുവരെ ഞാൻ തിണ്ണ വെച്ചേക്കുമായിരുന്നേ. മേടിച്ച് 3 ദിവസം കഴിഞ്ഞത് പൂവെല്ലാം വിരിയാൻ തുടങ്ങി. നല്ല ഭംഗിയല്ലേ കൂട്ടുകാരത് കാണാൻ? കണ്ടോ? ഒരു കേടുമില്ല, ഇലകൾക്കൊന്നും ഒരു കേടുമില്ല. 60 രൂപ കണ്ടപ്പോൾ ഞാൻ മേടിച്ച്. എനിക്ക് വലിയ ഇഷ്ടമാണ് മെലസ്റ്റമേ. കണ്ടോ എത്ര പൂവ് ആണ്? ചിലപ്പം 2 പൂവ് ഒരുമിച്ച് വിരിയും, അപ്പം കാണാൻ നല്ല ഭംഗിയാണ്. നാല് ദിവസം കഴിഞ്ഞ് നട്ട് ഒരു ചട്ടിയിലാണ് നട്ടേക്കുന്നത്, മൺചട്ടിയിലേ. അതായത് ഒരു ഹോളേ ഉള്ളേ. ഞാൻ ആ ഹോള് കമ്പി വെച്ച് ഇച്ചിരി ഒരു വലിയതാക്കി. അപ്പോളില്ലേ, എന്നിട്ട് അതിൻ്റെ ആദ്യമേ കണ്ടോ നല്ല രസമാണ്. ആദ്യമേ ഒരു ചെങ്കല്ലിൻ്റെ കട്ടയിട്ട് ഓട് കഷ്ണം ഇടുക നല്ലത്. പക്ഷേ എനിക്ക് ഓട് കഷ്ണം ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെങ്കല്ലിൻ്റെ കട്ട ചെറുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറിയ കുഞ്ഞു കമ്പൊക്കെ ഇട്ട് താങ്ങി നിൽക്കാൻ വേണ്ടി, മണ്ണവിടെ താങ്ങി നിൽക്കാൻ വേണ്ടിയേ അത് ചെറിയത് ഓടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി മണ്ണിട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് പ്ലാസ്റ്റിക് കൂടിയിലാണ് കൊണ്ടുവന്നത്. അതേപടി അങ്ങ് പ്ലാസ്റ്റിക് നീക്കിയിട്ട് അങ്ങ് വെച്ചിട്ട് മണലിട്ടു. മണൽ കൂടുതലിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ചാണകപ്പൊടിയും മണ്ണൂടെ കൂട്ടിയ ഇളക്കി ഇച്ചിരി മണ്ണിട്ടു. മഴക്കാലമല്ലേ, അതുകൊണ്ട് നിറയെ പൂ കണ്ടോ. മഴക്കാലം ആയതുകൊണ്ട് ഞാൻ കുറേ വളമിട്ടുള്ളേ, മണ്ണ് ചാണകപ്പൊടി മാത്രം. കണ്ടോ മണലിൽ നട്ടേക്കുന്നത്? ഏറ്റവും മുകളിൽ മണൽ ഇട്ടു, എന്നിട്ട് വെള്ളം ഒഴിച്ചു. കണ്ടോ മുട്ട് കണ്ടോ വരുന്നത്? ധാരാളം മുട്ടുകളുണ്ട്. കണ്ടോ? ഒരു കേടുമില്ല. 60 രൂപയ്ക്ക് നഷ്ടമില്ലല്ലോ കൂട്ടുകാരെ. 60 രൂപ എന്ന് കേട്ടപ്പോൾ ഞാൻ മേടിച്ചേ. എന്നാ കളറാന്ന് നോക്കി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലല്ലേ ഈ പാറയിലൊക്കെ കാടുള്ളിടത്ത് ഇത് കാണും, കാട്ടിൽ. എന്നാൽ അതിന് മെലസ്റ്റമ എന്നൊന്നുമല്ല പറയുന്നത്, കദളി എന്ന് പറയും. കദളി അത് ഇച്ചിരി കൂടെ ഇളം കളറാണ് കേട്ടോ. ഇത് നല്ല കടും കളറ്. ആ കദളി ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ കാട്ടിലൊക്കെ പണ്ട് കാലത്ത് നിൽക്കുന്നത്? ഇപ്പോൾ അത് നേഴ്സറി മുഖേന കൊടുത്ത വീടുകളിൽ ഭംഗിയുള്ള പൂച്ചെടിയായി. എന്ത് രസമാണ് കാണാൻ. മെലോസ്റ്റമ എനിക്ക് പണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നേ. നിറയെ പൂക്കളുണ്ടാകുമായിരുന്നു. ഇത്ര മുഴുപ്പേ ഉള്ളൂ 60 രൂപയുടെ മെലസ്റ്റമ. നല്ലതല്ല കൂട്ടുകാരെ. എനിക്ക് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിള്ളേരുടെ അടുത്ത് ഓസ്ട്രേലിയ 1 വർഷത്തിന് പോയപ്പോഴില്ലേ, പോയിട്ട് വന്നപ്പോഴത്തേനും അത് കേടായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഒരെണ്ണോടെ ഞാൻ മേടിച്ച് നട്ട. അന്ന് പൂവുണ്ടാകാൻ ഞാനൊരു നല്ലൊരു ജൈവവളം ചേർത്തായിരുന്നു. 1/2 ഗ്ലാസ് മോരെടുത്തിട്ട് അത് 3 ഇരട്ടി വെള്ളം ചേർത്ത് അതിന് ചോട്ടി ഒഴിച്ചാൽ മതി. അപ്പം ധാരാളം പൂവുണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ ഒഴിക്കാറായില്ല, 10-11 ദിവസമായതേ ഉള്ളൂ മേടിച്ചിട്ട്. കണ്ടോ നല്ല രസം കാണാം. 11 ദിവസമായപ്പോഴത്തേനും നിറയെ പൂവായി. ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ല. മുറ്റത്ത് തൊട്ട് ഇറങ്ങുമ്പോഴേ എവിടെ നോക്കിയാലും ഈ കളറ് കാരണം നല്ലപോലെ ദൂരേന്ന് കാണാൻ നല്ല രസം കാണാം.
നല്ല മുഴുത്ത പൂവാണേ. ഞാൻ പണ്ടൊക്കെ പിടിപ്പിക്കാൻ നോക്കിയിട്ട് പിടിച്ച് കിട്ടിയില്ല. പക്ഷേ വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇതിൻ്റെ തളിരില എടുത്ത് നട്ടാൽ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ നട്ട് നോക്കണം. അപ്പം തളിരിലയൊന്നും വന്നിട്ടില്ല. അതായത് കൂമ്പേ കുറച്ച് 2-3 ഇല വെച്ച കൂമ്പ് ഞുള്ളിയിട്ട് അത് നട്ടാൽ മതി, പെട്ടെന്ന് പിടിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം പണ്ട് നട്ട് നോക്കിയിട്ടൊന്നും പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ തന്നെ വെള്ള കളറുള്ള ഉണ്ട്. ഇവിടെ ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട് വെള്ള കളർ മെലസ്റ്റോമ. ഇതാണ് കാണാൻ നല്ല രസം. നല്ല വെയിൽ വേണം, നല്ല വെയിൽ വേണം ഉണ്ടെങ്കിൽ നല്ല കളർ. ഇപ്പം മഴക്കാലം എന്നാലും വെളിച്ചമുള്ളിടത്ത് വെച്ചാൽ മതി. മഴക്കാലത്ത് വെച്ചിട്ടൂടെ ഇത്രയും പൂ വിരിഞ്ഞു. കണ്ടോ? മേടിച്ചപ്പോൾ ഇത്ര മുഴുപ്പുള്ളായിരുന്നു. നിറയെ മുട്ടുകളുണ്ടായിരുന്നു. കണ്ടോ? ഞാനത് തിണ്ണെ വെച്ചേക്കുമായിരുന്നു 3-4 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് നട്ടത്. മേടിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു പൂവുണ്ടായി. കേട്ടോ? നല്ല കളറുള്ള പൂവ്. കണ്ടോ? ഇങ്ങനെ ഒരു കൂടിലാണ് മേടിച്ച് കൊണ്ടുവന്നത്. നിറയെ മുട്ട ഉണ്ട്. ആ മുട്ടയെല്ലാം വിരിഞ്ഞു. ഇനി ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച ആദ്യത്തെ പ്രാവശ്യം പൂവുണ്ടായി പിന്നെ ഉണ്ടാകാമല്ലോ. പക്ഷേ ഈ നഴ്സറിയിൽ നിന്ന് തന്നെയാണ് ഞാൻ പണ്ട് കാലത്ത് മേടിച്ചത്. അപ്പോഴത് നല്ലപോലെ ഉണ്ടായി കേട്ടോ. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ? എത്ര മുട്ടുകളാന്ന് നോക്ക്. ഉണ്ടോ? ഇലയ്ക്കൊന്നും കേടില്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. കണ്ടോ? ഒരു കേടുമില്ലല്ലോ. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ്, നട്ട് കഴിഞ്ഞപ്പോൾ 2-3 ഇല ചുമന്നു വന്നു. അത് കാലാവസ്ഥ മാറുകൊണ്ടായിരിക്കും. ഉണ്ടോ? ഇത്രയും ചെറുതായിരുന്നു മേടിച്ചപ്പം. അതായത് ഇന്ന് 11 ദിവസമായി. ഉണ്ടോ? നല്ല മുട്ടുകളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പ്. അവർ പറഞ്ഞു വളമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷനും കേടൊന്നും ഉണ്ടാകാതെ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സാഫ് സ്പ്രേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു 15 ദിവസം കൂടുമ്പോഴേ. അത് രണ്ടും ചെയ്തിട്ടില്ല. കേട്ടോ? 2 പൂ ഒരുമിച്ച് വിരിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. താങ്ക് യു സോ മച്ച്.